നമസ്കാരം, എല്ലാവർക്കും ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाज नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज़ किसी के लिए इतनी खास हो सकती है. मोरपाल ने मेरे टिफ़िन बॉक्स में रखे राजमा को खाने से पहला कभी राजमा देखा भी नहीं था. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज़ स्कूल आता था. मैं आज तक नहीं जान पाया कि कैसे वह उस चाची के डिब्बे को रोज़ 15 किलोमीटर बिना जरा भी चलकाए लिए आता था. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? ലേക്കിൻ മുझे മോർപാൽ സെ മിൽനെ സെ പഹലെ, പക്ഷെ എന്താണ്, ഞാൻ മോർപാലിനെ കാണുന്നതിന് മുമ്പ് കത്തൈ കത്തൈ അന്താസ് ഒരു ഊഹവും, കത്തൈ എന്ന് പറഞ്ഞാൽ തീർത്തും, അന്താസ് എന്ന് പറഞ്ഞാൽ ഊഹവും നെഹിത്ത ഉണ്ടായിരുന്നില്ല. എനിക്ക് മോർപാലെ കാണുന്നതിന് മുമ്പ് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. കി എന്തെന്നാൽ മേരെ ലിയെ രാജ്മ ജയ്സി സാമാന്യ ചീസ്, മേരെ ലിയെ എനിക്കെന്താണ്, രാജ്മ എന്ന് പറയുന്നത് ഒരു സാമാന്യ ചീസ്, ഒരു സാധാരണ കിട്ടുന്ന വസ്തുവാണ്. കിസി കെ ലിയെ ഇതിന് കാസ് ഹോ സക്തി ഹെ, ഇതിന് ഇത്രയും പ്രസക്തി ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. കാരണം എന്താണ്, മിഹിർ എന്ന് പറയുന്നത് വലിയ പണക്കാരനായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച ആളാണ്. പക്ഷെ മോർപാൽ അങ്ങനെയാണോ? പാവപ്പെട്ടവനാണ്. അതായത് നമ്മൾ സൊമാലിയിൽ പോയിട്ട് ബ്രോസ്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് അല്ലെ? അവര് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ബ്രോസ്റ്റിന്റെ കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് മോർപാലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് രാജ്മക്ക് എത്രയും അത്യാവശ്യക്കാരുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം എന്താണ്, എനിക്ക് സ്വാഭാവികമായിട്ട് എപ്പോഴും സാധാരണ കിട്ടുന്ന ഒരു ഭക്ഷണമാണ് ഈ രാജ്മ എന്ന് പറയുന്നത്. മോർപാലിനെ മേരെ ടിഫിൻ ബോക്സ്, മോർപാൽ എന്താണ്, എന്റെ ടിഫിൻ ബോക്സിനകത്ത് രക്കെ വെച്ചിട്ടുള്ള രാജ്മാക്കോ കാനേസെ പഹലെ, മോർപാൽ ഉണ്ടല്ലോ, എന്റെ ടിഫിൻ ബോക്സിനകത്ത് വെച്ചിട്ടുള്ള രാജ്മ കാനേസെ പഹലെ, കഴിക്കുന്നതിന് മുമ്പ് കബി രാജ്മ ദേക്കാബി നഹിത്ത, ജീവിതത്തിൽ അവനെന്താണ്, ഈ രാജ്മ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്രമാത്രം ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ് മോർപാൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം മിഹിർ എന്ന് പറയുന്ന ആൾക്ക് സാധാരണ കിട്ടുന്ന ഒരു ഭക്ഷണം അല്ലെ, അതെന്താണ്, മോർപാൽ ജീവിതത്തില് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഹമാരെ സ്കൂളിലേക്ക് 15 കിലോമീറ്റർ, അവനെന്താണ്, ഞങ്ങളെ സ്കൂളിലേക്ക് 15 കിലോമീറ്റർ ദൂർക്കെ, 15 എന്ന് പറഞ്ഞാൽ എത്ര 12 അല്ലേ? ആണോ? 15 അല്ലേ? 15 കിലോമീറ്റർ ദൂരെയുള്ള കിസി ഗാവുമേ, ഒരു ഗ്രാമത്തിൽ നിന്ന് സൈക്കിൾ സൈക്കിൾ ചവിട്ടിയിട്ടാണ് റോസ് ദിവസവും സ്കൂൾ ആത്താത്ത, സ്കൂളിലോട്ട് വന്നിരുന്നത്. മേ ആജ് തക്ക് നെഹി ജാൻ പായ, എനിക്ക് ഇന്നു വരെ അറിയാത്തൊരു കാര്യമുണ്ട്. കി എന്തെന്നാൽ കൈസെ എങ്ങനെയാണ്, വഹ് അവന് ഉസ് ചാച്ചിക്ക് ഡിബേക്കോ, ആ ഒരു മോരിന്റെ പാത്രം റോസ് ദിവസവും 15 കിലോമീറ്റർ ബിന ജറാബി ചെൽക്കായെ, ഒട്ടും തുളുമ്പാതെ, ബിന എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ്, ജറാ എന്ന് പറഞ്ഞാൽ, ജറാബി എന്ന് പറഞ്ഞാൽ ഒട്ടും, ചെൽക്കായ എന്ന് പറഞ്ഞാല് തുളുമ്പാതെ ആത്താത്ത കൊണ്ടുവന്നിരുന്നത്. അതായത് എന്താ പറയുന്നത്, അവൻ ഇപ്പോഴും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മളെ മോർപാൽ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, വളരെയധികം സാമ്പത്തികമായിട്ട് പാവപ്പെട്ട വീട്ടിൽ കഴിയുന്ന കുട്ടിയാണ്. ഇവർ രണ്ടുപേരും കൂട്ടുകൂടിയ സമയത്താണ് ഇവന്റെ, അതായത് മിഹിറിന്റെ പാത്രത്തിലെ രാജ്മ കണ്ടപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട്
മോർപാലി രാജ്മ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, കാരണം എന്താന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് രാജ്മ കാണുന്നത്. പക്ഷെ മിഹിറിനാണെങ്കിലോ സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ സാധാരണ കിട്ടുന്ന ഒരു ഭക്ഷണമാണ് രാജ്മ. അങ്ങനെ അവരുടെ കൂട്ടുകെട്ടിൽ അവരെന്ത് ചെയ്യും, അവരെ കൊടുക്കൽ വാങ്ങലുകൾ ഇന്റർവെല് സമയത്ത് എന്ത് ചെയ്യും, രണ്ടാളുടെയും ഭക്ഷണങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധാരണ കിട്ടുന്ന മോരുണ്ടല്ലോ, മോരാണ് മിഹിറിന് തീരെ കിട്ടാതിരുന്നത്. അവന് ഏറ്റവും താല്പര്യം അതിനോടായിരുന്നു. അപ്പൊ മോര് അങ്ങോട്ടും കൊടുക്കും, രാജ്മ മോർപാലിന് ഇങ്ങോട്ടും കൊടുക്കും. അങ്ങനെ അവരാ കൂട്ടുകെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് അവനൊരു കാര്യം ആലോചിച്ചത്. അതായത് അവന് 15 കിലോമീറ്റർ ദൂരെ നിന്നാണ് ആര്, മോർപാല് 15 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തു നിന്നാണ് അവന് സ്കൂളിലോട്ട് ദിവസവും സൈക്കിൾ ചവിട്ടിയിട്ട് വരുന്നത്. ഓക്കെ, പക്ഷെ മോർപാൽ അറിയാത്തൊരു കാര്യമുണ്ട്, മിഹിറിന് അറിയാത്തൊരു കാര്യമുണ്ട്. അതായത് ഈ 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വരുമ്പോ ആ മോരിന്റെ പാത്രം നമുക്കറിയാം, നമ്മൾ വീട്ടിൽ നിന്ന് പാലിനൊക്കെ പോവാറുണ്ട് അല്ലെ. പാലിനെ പോയി ഒരു തൂക്കുപാത്രത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാല് കൊണ്ട് നടന്നു വരുമ്പോ തന്നെ അത് തുളുമ്പി ലീക്കായി പോകുന്നത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ ഒട്ടും പോവാതെ ഈ 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ട് ഈ മോരിന്നൊരു തുള്ളി പോലും പുറത്തു പോവാതെ എങ്ങനെ അവൻ കൊണ്ടുവരുന്നെന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കറിയില്ല, മിഹിറിന് അറിയില്ല. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത പാരഗ്രാഫ് ഞാനത് വായിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. मैम स्कूल जाने में रोया करता, रोज़ नए बहाने बनाया करता और जब तेज़ बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाचा करता, लेकिन मैं समझ नहीं पाता था कि मोरपाल और उसके जैसे मेरे कई और सहपाठी बिना नागा रोज़ स्कूल क्यों चले आते थे। उनका स्कूल को लेकर प्रेम इतना गहरा था। എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? മേം സ്കൂൾ ജാനെ മേം രോയാ കർത്ത, ഞാൻ സ്കൂളിലോട്ട് പോകുമ്പോ എന്ത് ചെയ്യും, കരയും. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അങ്ങനെയല്ലേ അല്ലെ. സ്കൂളിലോട്ട് പോണ സമയത്ത് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവുന്നില്ല. വീട്ടിൽ നിന്ന് എന്താണ് അച്ഛനും അമ്മയൊക്കെ തള്ളി തള്ളി വിടുന്നതാണ് അല്ലെ. അതേപോലെ തന്നെ സ്കൂളിലോട്ട് പോകുമ്പോ എന്താണ് രോയ കർത്ത കരഞ്ഞിരുന്നു. രോസ് നേ ബഹാനെ ബനായ കർത്താത്ത, ആ ദിവസം എന്താണ് പുതിയ പുതിയ ബഹാന കാരണങ്ങൾ എന്താണ് ബനായ കർത്ത ഉണ്ടാക്കും. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ. അമ്മ എനിക്ക് വയറുവേദനിക്കുന്നു, തലവേദനിക്കുന്നു, പനിക്കുന്നുണ്ട് തോന്നുന്നു അല്ലെ. പ്രത്യേകിച്ച് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ദിവസമാണെങ്കിൽ തീരെ പറയും വേണ്ട അല്ലെ. തല പൊക്കാൻ വയ്ക്കൂല, രാത്രി ഉറങ്ങാൻ സാധിക്കൂല അല്ലെ. ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ സ്കൂളിലോട്ട് പോകാൻ എന്തെങ്കിലും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കും അല്ലെ. അതുപോലെ തന്നെയാണ് മീഡോ കേട്ടോ. और जब तेज बारिश की दिनों में, എന്നാലോ ശക്തമായ തേസ് എന്ന് പറഞ്ഞാല് ശക്തമായ ബാരിഷ് കെ ദിനോ മേ മഴയുള്ള സമയത്തും സ്കൂൾ കെ രാസ്തേ മേ സ്കൂളിലോട്ടുള്ള വഴിയില് പാനി ബർ ജാനേക്ക് ജാനേസെ സ്കൂളിലോട്ട് ശക്തമായ മഴയുള്ള സമയത്ത് സ്കൂളിലോട്ട് പോകുന്ന വഴിയില് എന്താണ് വെള്ളം നിറഞ്ഞതുകൊണ്ട് ഓക്കെ എന്താണ് ചുട്ടി ഹോ ജായ കത്തി, അവധി കിട്ടും. അതായത് ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് സ്കൂളിലോട്ട് പോകുന്ന വഴിയിലൊക്കെ വെള്ളമുള്ള കാരണം അവധി കിട്ടാറുണ്ട്. തോ മേ ഗർമേ നാച്ചാ കർത്ത, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് ഡാൻസ് കളിക്കായിരിക്കും. ഓക്കെ, ഡാൻസ് കളിക്കൂലേ, അത് ഡാൻസ് കളിക്കാണ്. കാരണം സ്കൂളിൽ ഇല്ലാത്തതിന്റെ സന്തോഷം. നമ്മൾ പലരും ചെറിയ കുട്ടികളാവുമ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ലേക്കിൻ മേം സമജാ നഹി പാത്താത്ത, അതായത് പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയാത്തൊരു കാര്യം കൂടെ ഉണ്ട്. കി എന്തെന്നാൽ മോർപാലും ആ ഉസ്കെ ജയ്സെ മേരെ കൈ അവർ സഹപാഠി, അവനെ പോലുള്ള എന്റെ കുറച്ച് സഹപാഠികളും ബിന നാഗ എന്ന് പറഞ്ഞാല് ആബ്സെന്റ് ആവാതെ, അതായത് ക്ലാസ് മുടക്കാതെ ആബ്സെന്റ് ആവാതെ റോസ് ദിവസവും സ്കൂൾ ക്യോ ചെലയാത്തേത്ത് ദിവസവും സ്കൂളിലോട്ട് എന്തിനാണ് വരുന്നത് എന്ന് അവനിപ്പോഴും അറിയില്ല.
उनका स्कूल को लेकर പ്രേം ഇത്തന ഗഹരാ था അവർക്ക് എന്താണ് സ്കൂളിലോട്ട് വരാനുള്ള പ്രേമം ആഗ്രഹം എന്താണ് ഇത്രയും ആഴത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അടുത്ത ഭാഗം ഞാനൊന്ന് വായിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. मैम स्कूल की नीली काकी यूनिफॉर्म से हमेशा चिढ़ा करता और उसे पहनना हमेशा डाला करता. वही मोरपाल मुझे जब भी दिखा हमेशा वही स्कूल की यूनिफॉर्म पहने ही दिखा. एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली काकी स्कूल यूनिफॉर्म पहने देख मैं हैरान रह गया था. എന്താണ് പാരഗ്രാഫ് പറയുന്നത്? കി രവിവാർ കി ആ രവിവാർ ഞായറാഴ്ച ചുട്ടിയോം കാ ദിൻ ഞായറാഴ്ച ദിവസം ഉൻകെ ലിയെ ഹഫ്തേ കാ സബ്സെ ബുരാ ഹുവാ കർത്താ എന്താണ് അവനെന്താണ് ആ ഞായറാഴ്ച ദിവസം ഹഫ്തേക്ക ആഴ്ചയിലെ സബ്സെ ബുരാ ദിൻ ഹുവാത്ത എന്താണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഹുവാ കർത്ത അല്ലെ, കാരണം എന്താണ് മേ സ്കൂൾ കി നീലി കാക്കി യൂണിഫോം ഹമേശ ചിടാ കർത്താത്ത ഞാൻ എന്താണ് സ്കൂളിലെ യൂണിഫോം ഉണ്ടാവും, നീലയും കാക്കി കളറുള്ള യൂണിഫോം, നീല എന്താണ് ഷർട്ടും അതുപോലെ തന്നെ കാക്കി കളറുള്ള ട്രൗസറും ആയിരിക്കും കേട്ടോ. ആ ഒരു യൂണിഫോം ഉണ്ടല്ലോ, ആ യൂണിഫോം ഹമേശ ചിട കർത്തായ അതിനോട് എപ്പോഴും എന്താണ് വെറുപ്പ് പ്രകടിപ്പിച്ചിരുന്നു, അതായത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. ഉസെ പഹന്ന ഹമേശ ഡാൽ കർത്ത അത് ധരിക്കാൻ എപ്പോഴും മടിയായിരിക്കും. പല കുട്ടികളും സ്കൂളിലോട്ട് വരുന്ന സമയത്ത് യൂണിഫോം ഇടാൻ മടി ഉണ്ടായിരിക്കും അല്ലെ, അതേപോലെ തന്നെ ആയിരുന്നു മിഹറും. സ്കൂളിലോട്ട് വരുമ്പോ യൂണിഫോം ഇടാൻ ഭയങ്കര മടിയായിരുന്നു. വഹി മോർപാൽ പക്ഷേ മോർപാല് മുജി ജബി ദിക്ക ഞാൻ എപ്പോഴൊക്കെയാണോ അവനെ കാണുന്നത് ഹമേശ വഹി സ്കൂൾക്ക് യൂണിഫോം പഴകി ദിക്ക അവനെല്ലായ്പ്പോഴും ഞാൻ എപ്പോഴൊക്കെയാണോ അവനെ കാണുന്നത് ആ സമയത്തൊക്കെ അവന് സ്കൂളിലെ യൂണിഫോം ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ കാണപ്പെടുക. ഏക ബാത്തോ ഒരു പ്രാവശ്യം മുജെ യാദ് ഹെ എനിക്ക് ഓർമ്മയുണ്ട് कि मोहल्ले की किसी शादी में ആ ഒരു പ്രദേശത്തെ മൊഹല്ല എന്ന് പറഞ്ഞ പ്രദേശം ആ ഒരു പ്രദേശത്തെ കിസി ഷാദി മേ ബി ഒരു കല്യാണത്തിലും ഉസെ വഹി നീലി കാക്കി സ്കൂൾ യൂണിഫോം പഹനെ ദേഖ് മേം ഹൈറാൻ രഹ് ഗയാ താ എന്താണ് അവന് സ്കൂൾ യൂണിഫോം ആ ഒരു സമയത്ത്, അതായത് അവന്റെ നാട്ടിലെ ഒരു പ്രദേശം കല്യാണം വീട്ടിൽ ചെന്നപ്പോഴും അവന് അതേ യൂണിഫോം ഇട്ടിട്ടാണ് അവനെ കാണപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കണ്ടപ്പോഴോ എനിക്കെന്തായി അത്ഭുതം തോന്നിയിരുന്നു. കാരണം ഞാൻ എന്താണ് എന്തെങ്കിലും നിവൃത്തിണ്ടെങ്കിൽ യൂണിഫോം ഇടൂല, പക്ഷെ മോർപ്പാൽ അങ്ങനെയല്ല, എവിടെ വെച്ച് കണ്ടാലും അവൻ എപ്പോഴും ഇടുന്ന ആ ഡ്രസ്സ് ആ യൂണിഫോം ആയിരുന്നു. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ഞാൻ വായിച്ചു തരാം, ശ്രദ്ധിക്കുക കേട്ടോ. यह मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. घर की कमरतोड़ मेहनत और गेद मजूरी से इतर दिन का ऐसा एकमात्र समय जब वह बच्चा बना रह सकता था. मेरे लिए स्कूल यूनिफॉर्म बोझ थी. मेरे पास उससे बेहतर कपड़े थे जिन्हें मैं अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा, लेकिन मोरपाल के पास एकमात्र कमीज पेड़ का नया जोड़ा वह नीली काकी स्कूल यूनिफॉर्म ही थी. स्वाभाविक था कि वह उसे ही शादी में
पहनकर आता। എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? യഹ് മുझे बहुत बाद में समझ आया. പക്ഷെ ഇതെനിക്ക് വളരെ കഴിഞ്ഞിട്ടാണ്, അല്ലെ കുറെ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. कि എന്തെന്നാൽ जिस स्कूल में बिताया समय को, ആ സ്കൂളില് ബിതായ ചിലവഴിച്ച സമയം मैं अपने बचपन का सबसे खराब समय समझा करता था. ഞാൻ എന്താണ് ആ സ്കൂളിൽ ചെലവഴിച്ചിരുന്ന സമയം എന്റെ കുട്ടിക്കാലത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ഷായത് ഒരു പക്ഷേ, അല്ലെങ്കിൽ പക്ഷേ വഹി മോർപാൽ കേലിയെ, പക്ഷെ മോർപാലിനാണെങ്കിലോ ഉസ്കെ ജീവനിക്ക സബ്സെ അച്ഛാ സമയം होता है, അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിട്ടാണ് അവന് ആ സ്കൂൾ ജീവിതം കണ്ടിരുന്നത്. ഗർക്കി കമർത്തോട് മെഹനത്ത്, വീട്ടിലെ കഠിനാധ്വാനവും और ഗേത് മസൂരി കൃഷിപ്പണിയും, അല്ലെ കാരണം വീട്ടിലിരുന്നാല് എന്താണ് അവന് വീട്ടിൽ കഠിനമായ പണികളാണ്. അതുകൊണ്ടാണ് മോർപാൽ എന്ത് ചെയ്യുന്നത്, സ്കൂളിലോട്ട് വരാൻ കൂടുതൽ താല്പര്യം കാണിക്കണം. വീട്ടിലിരുന്നാലും വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടാവും. മിഹിറിന് അങ്ങനെയല്ല. മിഹിർ എന്താണ് അത്യാവശ്യം പണക്കാരനായ കുട്ടിയാണ്. അതുകൊണ്ട് വീട്ടിൽ വേറൊരു പരിപാടി ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ വീട്ടിലെ കുറെ പണികളൊക്കെ ആരെടുക്കേണ്ടി വരും? മോർപാൽ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഗേത്ത് മസൂരി കൃഷിപ്പണിയും ഇത്തർ ദിൻക ഐസ ഏക്ക് മാത്ര സമയം, ഇതിനൊക്കെ ഇടയ്ക്ക് എന്താണ് ഈ ഒരേ ഒരു സമയത്ത് ജബ് ബച്ച ബനാ രഹാ സക്താ താ, അവർ കുട്ടിയായിരുന്നത് എപ്പോഴാണ്? സ്കൂളിലോട്ട് വരുമ്പോ മാത്രമാണ് അവനൊരു കുട്ടിയായിരുന്നത്. അല്ലാത്ത സമയത്ത് ഒരു കൃഷിപ്പണിക്കാരനായിരുന്നു, അല്ലെ തൊഴിലാളിയായിരുന്നു. വീട്ടിൽ എല്ലാ ഭാരിച്ച ജോലിയും അവനായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടായിരിക്കും അല്ലെ വീട്ടിൽ നിന്ന് ഇരട്ടി വെട്ടിന്റെ പണി കിട്ടല്ലേ. അതുകൊണ്ടായിരിക്കും അവൻ എന്താണ് എപ്പോഴും സ്കൂളിലോട്ട് വരാന് താല്പര്യം കാണിച്ചിരുന്നത്. മേരെ ലിയെ, എനിക്കെന്താണ് സ്കൂൾ യൂണിഫോം ബോജ് തി, എനിക്കെന്താണ് സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് ഒരു ഭാരമായിരുന്നു. മേരെ പാസ് ഉസേ ബേഹത്തർ, എന്റെ അടുത്ത് എന്താണ് അതിനേക്കാൾ നല്ല കപ്പടത്തെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ജീനെ അവയെ, മേംനെ അപ്പനി പസന്ത് സെ, ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട ബഡേ ഷെഹറോം കെ, വലിയ പട്ടണത്തിൽ നിന്നും, ബഡേ ബാസാറോ, വലിയ പട്ടണത്തിലെ വലിയ അങ്ങാടികളിൽ നിന്നും ഖരീദാത്ത, വാങ്ങിച്ചതായിരുന്നു. ലേക്കിൻ മോർപാലിക്ക് പാസ്, പക്ഷേ മോർപാലിന്റെ അടുത്ത് ഏക്ക് മാത്ര കമീസ് പേടുക്ക നയാ ജോഡ, എന്താണ് മോർപാലിന്റെ അടുത്ത് എന്താണ് ഒരേ ഒരു വസ്ത്രങ്ങളുടെ ജോഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാഹ്, അതേതാണ്? നീലി കാക്കി സ്കൂൾ യൂണിഫോം എത്തി. അതെന്താണ് ആ നീലയും കാക്കി സ്കൂൾ യൂണിഫോം ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് മോർപാൽ എപ്പോഴും സ്കൂൾ യൂണിഫോം ഇടണേ എന്നുള്ളത്. കാരണം അവന്റെ അടുത്ത് അതിനേക്കാൾ നല്ലൊരു ഡ്രസ്സ് വേറെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികത, അപ്പൊ സ്വാഭാവികം തന്നെയാണ്. കി വൗസെ ഷാദിമേ പഹരിക്കറാത്ത, അതുകൊണ്ടാണ് സ്വാഭാവികം തന്നെയാണ് അവനെന്താണ് ആ കല്യാണ വീട്ടിലോട്ട് ആ ഒരു ഡ്രസ് ഇട്ട് വരാനുള്ള കാരണം. മനസ്സിലായില്ലേ? അപ്പൊ അവന്റെ കയ്യിൽ ആകെ ഒരു പുതിയ ഡ്രസ്സ് എന്ന് പറയുന്നത് അവന്റെ സ്കൂൾ യൂണിഫോം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവന് കല്യാണ വീട്ടില് അത് ഇട്ടിട്ട് വന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ. കുറേശ്ശെ എടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് നന്നായിട്ട് ബോറടിക്കാതെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ള ഭാഗം നന്നായിട്ട് അടുത്ത ക്ലാസ് വരുന്നവരെ നന്നായിട്ട് വായിച്ച് നോക്കുക എല്ലാവരും കേട്ടോ.